പിന്നെ അടുത്ത വചനം അതാണ്, സ്ത്രീകൾക്കുള്ള മഹറിനെ കുറിച്ച് പറഞ്ഞു. മുമ്പ് മഹറൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹ മൂല്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സദാഖ് എന്നാണ് ഖുർആൻ്റെ പ്രയോഗം. വആതു നിസാഅ സദുഖാതിഹിന്ന നിഹ്ല, സദുഖാതിഹിന്ന നിഹ്ല. നിങ്ങൾ സദുഖാത്ത് അഥവാ മഹർ കൊടുക്കേണ്ടത് നിഹ്ലത്തായിരിക്കണം. നിഹ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൻ തീബി നഫ്സിഹി എന്നാണ്. നല്ല സന്തോഷത്തോടു കൂടി കൊടുക്കണം. എങ്ങനെ കൊടുക്കാതിരിക്കുക? എത്രയല്ലേ ചോദിച്ചത്? പെണ്ണിന് ചോദിക്കാൻ അവകാശമുണ്ട്. ഓക്കെ, പെണ്ണിന് ഇസ്ലാമിൻ്റെ സംഗതി അതാണ്, സ്ത്രീകൾക്ക് മഹർ എനിക്ക് ഇത്ര വേണമെന്ന് പറയാൻ അവകാശമുണ്ട്. പക്ഷെ അത് കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? നല്ല ഇഷ്ടത്തോടു കൂടിയായിരിക്കും. ചോദിച്ചു ഇനി കൊടുക്കല്ല എന്ന് പറഞ്ഞോ, അത് പറ്റില്ല. ഇനി ഫഇൻ തിബ്ന ലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു ഹനീഅൻ മരീഅ. ഇനി ആ മഹറിൽ നിന്ന് വല്ലതും നല്ല മനസ്സോടുകൂടി ഈ സ്ത്രീ, നിങ്ങൾ കല്യാണം കഴിച്ച പെണ്ണ് വിട്ടു തരുന്ന പക്ഷം നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അത് ഉപയോഗിക്കാം. നോക്കൂ, അത് അവളുടെ അവകാശമാണ്, മുമ്പത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓരോന്നും. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വചനം, ഞാനിത് ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അവകാശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും പ്രയാസം അനുഭവിക്കുന്നവരുടെ, ദുരിതം അനുഭവിക്കുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് യതീമാണ്, രണ്ടാമത്തേത് സ്ത്രീയാണ്. ഇനി നോക്കൂ, അടുത്ത് പറയുന്നത് എന്താ? ഈ നിങ്ങൾ അങ്ങനെ ഒരു യതീമിനെ വളർത്തുകയാണെങ്കിൽ അവനുമായിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തിക ഇടപാട് എങ്ങനെയായിരിക്കണം? വലാ തുഅ്തു സുഫഹാഅ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾ സുഫഹാകൾക്ക് കൈവിട്ട് കൊടുക്കരുത്. നോക്കൂ, ഈ യതീമിനെ നിങ്ങൾ വളർത്തുമ്പോൾ യതീമിൻ്റെ സ്വത്ത് ആ യതീമിന് തിരിച്ചു കൊടുക്കുമ്പം അവൻ എന്ത് ചെയ്യണം? നിങ്ങൾ ആ യതീമിനെ ഒന്ന് പരിശോധിച്ച് നോക്കണം, അവന് ഇത് കൈകാര്യം ചെയ്യാനുള്ള ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതാണ് വലാ തുഅ്തു സുഫഹാഅ അംവാലകും അല്ലതി വർസുഖൂഹും ഫീഹാ. ഇനി അങ്ങനെ കൈകാര്യം ചെയ്യാൻ അവന് സാധിക്കുന്നില്ല, ഒരു ടെസ്റ്റ് നടത്തണം. സാധിക്കുന്നില്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കണം, അവർക്കുള്ള വസ്ത്രം കൊടുക്കണം. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, നല്ല വാക്ക് അവരോട് പറയുകയും ചെയ്യണം. അപ്പോൾ അവർക്ക് വിട്ടുകൊടുക്കണം അവരുടെ സ്വത്ത്. പക്ഷേ എന്ത് ചെയ്തിട്ടാണ്? ഇവർക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് നടത്തിയിട്ടായിരിക്കണം എന്നർത്ഥം. എന്നിട്ട് വീണ്ടും പറയാം യതീമുകളെക്കുറിച്ച്, വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗു നിക്കാഹ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അനാഥകളെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. മനസ്സിലായില്ലേ? സ്വത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. അങ്ങനെ അവരിൽ നിങ്ങൾ റുഷ്ദ് എന്ന് പറഞ്ഞ കാര്യബോധം, ഇവർക്ക് ഈ സ്വത്തൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയാൽ അവരുടെ സ്വത്ത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം. വലാ തഅ്കുലൂഹ ഇസ്രാഫൻ വബിദാറൻ അൻ യക്ബുറു. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ സ്വത്ത് അമിതമായോ ധൃതിപ്പെട്ടോ തിന്നു തീർക്കരുത്. വലുതാവുമല്ലോ ഈ കുട്ടികൾ, വലുതായാൽ പിന്നെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എന്താക്കരുത്? അതിനെ തിന്ന് തീർക്കരുത്. വമൻ കാന ഗനിയ്യൻ ഫല്യസ്തഅഫിഫ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യതീമിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗനിയാണെങ്കിൽ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വത്ത് എടുക്കരുത്. ഫല്യസ്തഅഫിഫ് എന്ന് പറഞ്ഞാൽ ഇഫത്ത് കാണിക്കണം, മനസ്സിലായി? മാന്യത കാണിക്കണം, അതിന് എടുക്കരുത്. ആ കുട്ടികളത് എടുക്കേണ്ട, കാരണം നിങ്ങൾക്ക് അല്ലാതെ തന്നെ ജീവിക്കാൻ നിവൃത്തിയുണ്ടല്ലോ. ഇനി നിവൃത്തിയില്ലെങ്കിലോ വമൻ കാന ഫഖീറൻ ഫല്യകുൽ ബിൽ മഅറൂഫ്. നിങ്ങൾ ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളാണ്, ആ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ നിർവാഹമല്ല, വേറെ ജോലിയൊന്നും ചെയ്യാൻ നിർവാഹമല്ല, നിങ്ങൾക്കാണെങ്കിൽ വേറെ വരുമാനമില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മര്യാദ പ്രകാരം എന്തെങ്കിലുമൊക്കെ അതിന് എടുക്കാം, എന്നാലോ വിട്ടുകൊടുക്കുകയാണ് നല്ലത്. ഫഇദാ ദഫഅതും ഇലൈഹിം അംവാലഹും ഫഅഷ്ഹിദു അലൈഹിം വകഫാ ബില്ലാഹി ഹസീബ. ഇനി നിങ്ങൾ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ സാക്ഷിനെ വെക്കണം. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സാക്ഷി വേണം, മനസ്സിലായില്ലേ? നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ പറയുന്നത് വകഫാ ബില്ലാഹി ഹസീബ, അള്ളാഹു കണക്ക് നോക്കാൻ അള്ളാഹു തന്നെ മതി കേട്ടോ, നിങ്ങൾ പറ്റിക്കരുത് എന്ന് പ്രത്യേകം പറയണം. മനസ്സിലായല്ലോ? ഇത് നമുക്ക് ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസമുള്ളവരുടെ അല്ലെങ്കിൽ ദുർബലരെ കുറിച്ച് പറയുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകളുടെ അനന്തരാവകാശത്തിലേക്ക് വരിക. സ്ത്രീകൾ തന്നെ എന്താണ് അനന്തരാവകാശത്തായ ഒരു കാലത്താണ് ഇത് പറയുന്നത്. സ്ത്രീകൾക്ക് അനന്തരാവകാശമുണ്ട് എന്ന് പറയുന്നത് 7-ാമത്തെ വചനം. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. നോക്കൂ, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ തരത്തിൽ പുരുഷന്മാർക്കൊരു വിഹിതമുണ്ട്. തിരിച്ചും പറയാം, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ തരത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. അതുവരെ ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും കൊടുത്തിരുന്നില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ നസീബും മഫ്റൂള. അത് കുറച്ചായാലും കൂടുതലായാലും, കുറച്ചാണെങ്കിൽ പോലും എന്ത് വേണം? കുറച്ചേ ഉള്ളൂ, എന്നാലും ഓഹരി വെക്കണം. അതിൽ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയും. അതിൻ്റെ മുമ്പ്, അത് വീതിക്കണത് പറയുന്നതിന് മുമ്പ് ഒരു പൊതു നിയമം പറയുന്നുണ്ട്. ഭയങ്കര നോക്കി, നിങ്ങൾ ഇസ്ലാമിൻ്റെ ഒരു
ഇസ്ലാം എന്തുമാത്രം മനുഷ്യൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ഇമോഷൻസിനെയൊക്കെ പരിഗണിക്കുന്നു എന്ന് ഈ 8-ാമത്തെ വചനം, വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. നിങ്ങൾ സ്വത്ത് ഭാഗിക്കുകയാണെന്ന് വെക്കുക. സ്വത്ത് ഭാഗിക്കുന്ന സമയത്ത് മറ്റ് ബന്ധുക്കളോ എന്ന് വെച്ചാൽ അനന്തരാവകാശികളല്ലാത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ ഒക്കെ അവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് നോക്കുക. ഉദാഹരണമാണ്, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫർസുഖുഹും മിൻഹു, അതിന് കുറച്ചോൽക്കും കൊടുക്കുന്നത്. എന്തൊരു മാന്യത നിങ്ങൾ ആലോചിച്ചു. ഭയങ്കര സ്വത്തുള്ളൊരു വാപ്പ മരിച്ചു എന്ന് വെക്കുക. മക്കളിരുന്ന് സ്വത്ത് ഒരുക്കുമ്പോൾ തൊട്ട അയൽവാസിയായ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്. അയാളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കുക. ഫർസുഖൂഹും മിൻഹു വഖൂലു ലഹും ഖൗലൻ മഅറൂഫ്. അവിടെ പോടാന്ന് പറയല്ലേ, എനിക്കെന്താ ഇവിടെ കാര്യം, ഞങ്ങളുടെ സ്വത്ത് ഊരിക്കല്ലേ? നോ ഖൂലു ലഹും ഖൗലൻ മഅറൂഫ. മര്യാദയുള്ള വാക്കാണ് അവരോട് പറയേണ്ടത്. മനസ്സിലായി? നിങ്ങൾ ആലോചിക്കുക, എന്ത് രസമാണ് യഥാർത്ഥത്തിൽ ഇത്. പ്രത്യേകിച്ചും ചില വീടുകളിലൊക്കെ, ഇപ്പോൾ ചില സമ്പന്നരുടെ വീടുകളിലൊക്കെ ആ വലിയ കാരണവരായ ആൾ മരിച്ചു പോകുന്നത് വരെ അയാളെ ചുറ്റിപ്പറ്റി ജീവിച്ചിരുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കറിയാം എന്ത്, ഇയാൾ മരിക്കുന്നതോടുകൂടി ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ആളുകൾ ആ ഒരു പരിഗണന കിട്ടാൻ വേണ്ടി വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാണ്. എന്നിട്ട് 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ. നിശ്ചയമായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ തീ നിറക്കുകയാണെന്ന് ഓർക്കണം കേട്ടോ. ഭയങ്കരമാണ്. വസയസ്ലൗന സഈറ, പിന്നീട് അവർ നരകത്തിൽ എരിയേണ്ടി വരും. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ രണ്ട് ദുർബലന്മാർ, ഒന്ന് സ്ത്രീയും ഒന്ന് യതീമും 2 സ്ത്രീയും, രണ്ടിനെക്കുറിച്ചുമുള്ള അതിശക്തമായ വളരെ വിശദമായ കാര്യം. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സ്വത്ത് ഊരി വെക്കേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത് 11-ാമത്തെ വചനത്തിൽ. അത് നോക്കൂ. ഇവിടെ ഒരു കാര്യം, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. സ്വാഭാവികമായി ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ഇസ്ലാം ഒട്ടും ശരിയല്ല എന്ന് പറയുന്നതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സ്ത്രീകളുടെ കാര്യത്തിലുള്ള ഈ സംഗതി. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് വെച്ചാൽ ആണിന് 2 പെണ്ണിൻ്റെതിന് തുല്യമായ ഓഹരിയാണുള്ളത്. ഇത് തീർച്ചയായും മാന്യമായ രീതിയാണ്. നിങ്ങൾ ആലോചിക്കും, ഇവിടെ അള്ളാഹു തന്നെ എങ്ങനെ ഓരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുതരാ. എന്ത് പറഞ്ഞില്ല അള്ളാഹു? സ്വത്തല്ലേ, അത് നിങ്ങളവിടെ ഊരി വെച്ചോളൂ, നീതിപൂർവ്വം ഊരി വെക്കണം പറഞ്ഞോ? ഇല്ല. അതല്ലെങ്കിൽ നബിയോട് പറഞ്ഞോ, നബിയെ നിങ്ങൾ തീരുമാനിച്ചോ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, നിങ്ങൾ തീരുമാനിച്ചോ? എന്താ കാരണം അറിയാം? അള്ളാഹു തന്നെ പറയാം ഇങ്ങനെ തന്നെ ഊരി വെക്കണം. അതിൻ്റെ ഓഹരി വിഹിതം ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ഭയങ്കര രസമാണ്. ഓരോന്നിലുള്ള ഭയങ്കര അത്ഭുതമാണ്. ഇത്ര മനോഹരമായി സ്വത്തവകാശം ഓഹരി വെക്കുന്ന രീതി ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രത്തിലുമില്ല. അതാണ് എന്തുകൊണ്ട് അള്ളാഹു തന്നെ പറഞ്ഞു. അതിലൊരു വലിയ യുക്തിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, സമ്പത്തിൻ്റെ വിഷയത്തിൽ എത്ര ഉള്ളവനും ഒരു ചെറിയ പ്രശ്ന. കിട്ടിയാൽ ആർക്കും ഇത് മതിയാവില്ല. 10 കിട്ടിയവന് 100 കിട്ടണം, 100 കിട്ടിയവന് 1000 കിട്ടണം. അതാണ് മനുഷ്യൻ്റെ. അപ്പം അതുകൊണ്ട് എത്ര ഉള്ളവനായാലും ശരി, അവൻ്റെ ഉള്ളിലൊരു വല്ലാത്ത അത്യാഗ്രഹം വരും. അവൻ അങ്ങനെ നോരി വെക്കാൻ സമ്മതിച്ചോളണമെന്നില്ല. നമുക്കറിയാവുന്നതാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും ഇസ്ലാമിക ശരീഅത്ത് ഇങ്ങനെ അല്ല എങ്കിൽ പലതും ഊരി വെക്കൂലായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ രീതി പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് ഊരി വെക്കേണ്ടതെന്ന് പറഞ്ഞു. എങ്ങനെ ഊരി വെക്കേണ്ടത് അത് വിശദമായി നിങ്ങൾ മനസ്സിലാക്കണം. 11-ാമത്തെയും 12-ാമത്തെയും വചനത്തിൽ അതന്നെ പറയുന്നത്. എന്താ പറയുന്നത്? ലിദ്ദക്കരി, അടിസ്ഥാനപരമായ ഒരു ആശയം ആദ്യം പറഞ്ഞു. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, അതാണ് അടിസ്ഥാനം. ആണിന് 2 പെണ്ണിൻ്റെ തുല്യമായ ഓഹരി ഉണ്ടാവും. എന്നിട്ട് ഓരോരുത്തർക്ക് പറഞ്ഞു. പറയുന്നത് കൂട്ടത്തിൽ ആദ്യം പെണ്ണിനെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫഇൻ കുന്ന നിസാഅൻ ഫൗഖ ഇസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക്. ആദ്യം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2-ലധികം പെൺമക്കളുണ്ടെങ്കിൽ മരിച്ച ആൾ വിട്ടേച്ചു പോയ സ്വത്തിൻ്റെ 3/2 ഭാഗം അവർക്കുള്ളതാണ്. ആദ്യം പറഞ്ഞത് പെണ്ണുങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കരല്ലേ? പെണ്ണിന് സ്വത്തില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇനി വഇൻകാനത്ത് വാഹിദതൻ ഫലഹൻ നിസ്ഫു, മരിച്ച ആൾക്ക് 1 മോളേ ഉള്ളൂ എങ്കിലോ അവൾക്ക് പകുതിയുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുക. ബാക്കി നിങ്ങൾ നോക്കണം കേട്ടോ. എന്നിട്ട് 12-ാമത്തെ വചനത്തിലും ഇത് തുടരുകയാണ്. എങ്ങനെയാണ് ഓരി വെക്കേണ്ടത്? അവിടെ പ്രത്യേകിച്ച് അസ്വാജുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൽ ലഹുന്ന വലദുൻ. നിങ്ങളുടെ ഭാര്യമാർക്ക് സന്താനമില്ലാത്ത പക്ഷം അവർ വിട്ടേച്ചു പോയ ധനത്തിൻ്റെ പകുതി നിങ്ങൾക്കാകുന്നു. എന്നുവെച്ചാൽ അവരിത് ഇങ്ങോട്ടും കിട്ടും,
പുരുഷൻ്റെത് സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീകളത് ഇങ്ങോട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് 12ാമത്തെ വചനം. ഈ രണ്ട് രസമുള്ള എന്താ വെച്ചാൽ, ഈ രണ്ട് വചനവും അവസാനിച്ചത് എങ്ങനെ അറിയോ? 11ാമത്തെ വചനം അവസാനിച്ചത് ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നുവെന്ന്. ഞാൻ വെല്ലുവിളിക്കണം. അടുത്ത വചനം 12ാമത്തെ വചനവും അവസാനിക്കുന്നത് വല്ലാഹു അലീമുൻ ഹലീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കൂ, എന്ത് മനസ്സിലാക്കണമെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെല്ലുവിളി നടത്തി. എന്താണെന്ന് വെച്ചാൽ, ഖുർആൻ കൽപ്പിച്ചതുപോലെ, ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞതുപോലെ ഇത്ര മനോഹരമായി, ഇത്ര നീതിപൂർവം മരണശേഷമുള്ള സ്വത്ത് ഓഹരി വെക്കുന്ന ഒരു സിസ്റ്റം വേറെണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഇത് ഏത് കാലഘട്ടത്തിലാണ്? നിങ്ങൾ ഈ പറയുന്ന മാത്തമാറ്റിക്സും ഈ മാത്തമാറ്റിക്കൽ ലോഗരിതൊന്നും വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് ഖുർആൻ ഒന്നും വായിക്കാത്ത, ഒന്നും പഠിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ഈ ജോമെട്രിക്കൽ മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കരമല്ലേ ഇത്? നിങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഓഹരി വെക്കുന്ന വിഹിതം പറഞ്ഞു കഴിഞ്ഞല്ലോ. 11, 12 വചനങ്ങളിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര രസമാണ്. 13ാമത്തെയും 14ാമത്തെയും വചനം ഭയങ്കര എന്താണെന്നറിയോ? തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ് ഈ പറഞ്ഞതൊക്കെ. വമൻ യുത്ഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക്കൽ ഫൗസുൽ അളീം. ഇതിനെ അംഗീകരിച്ചാൽ, ഇതിനെ അനുസരിച്ചാൽ, അന്ന് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അള്ളാഹു അവന് സാഹഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. നേരെ ഓപ്പോസിറ്റും പറഞ്ഞു വമൻ യഅസില്ലാഹ വറസൂലഹു. ഇപ്പം ചില ആളുകൾക്ക് തോന്നുന്നുണ്ടല്ലോ ഇസ്ലാമിലെ ഈ ദായക്രമം ശരിയല്ല, ഈ പിന്നെ സ്വത്ത് ഓഹരിക്കുന്ന രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്ക് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത, കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാ പറയുന്നത് വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു. ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുകയും അവൻ്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ. അവന് നരകത്തിലേക്ക് പോകേണ്ടി വരും, അവിടെ ശാശ്വതമായിരിക്കും. വലഹു അദാബും മുഹീൻ. വേദനയുള്ള അപമാനകരമായ ശിക്ഷ അവനുണ്ടാകും. ഭയങ്കര ഒരു ഭീഷണിയിലാണ് ഇത് അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് വ്യത്യസ്തമായ ഹുക്കുമുകൾ പറയുകയാണ്. അതും ഈ ഇവരെക്കുറിച്ച് തന്നെയാണ്. ഈ സ്ത്രീകൾ മരിച്ചാലൊക്കെ അന്നത്തെ അറബ് സമൂഹവും ചെയ്തിരുന്നത് എന്തുമാത്രം മോശമായ സംഗതിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഭൂമി എങ്ങനെയാണോ അനന്തരാവകാശം എടുക്കുന്നത് പോലെ അതുപോലെ സ്ത്രീ അനന്തരാവകാശം എടുത്തു. അതുകൊണ്ട് 19ാമത്തെ വചനത്തിൽ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാഅ കർഹ. സത്യവിശ്വാസികളെ, സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തരാവകാശ സ്വത്തായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല. ആരാ ഇത് പറയാ? ഞാൻ അതിൻ്റെ വാക്കി നോക്ക്. വലാ തഅദുലൂഹുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തരുത്. വലാ തഅദുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുന്ന. ആച്ചോക്ക് എന്താ നിങ്ങൾ അവർക്ക് അഥവാ ഭാര്യമാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളതിലൊരു ഭാഗം തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരെ തടഞ്ഞു വെക്കരുത്, മുടക്കിയാക്കരുത്. അങ്ങനെ പറയാണ്. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവരോട് നിങ്ങൾ സഹവസിക്കേണ്ടത് മഅറൂഫായിട്ടായിരിക്കണം, മര്യാദയോട് കൂടിയായിരിക്കണം എന്നിങ്ങനെ. എന്നിട്ട് പറഞ്ഞു ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ഷൈഅ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഇനി നിങ്ങൾക്ക് അവരോട് വല്ല വെറുപ്പും തോന്നുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കാര്യം വെറുക്കുകയും അതേ കാര്യത്തിൽ അള്ളാഹു ധാരാളം നന്മ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടാകും എന്നാണ്. എന്നിട്ട് പിന്നെ മഹറിനെ കുറിച്ച് പറഞ്ഞു. മഹറിൽ അവരുള്ള അവകാശം പറഞ്ഞു. വഇൻ അറത്തും ഇസ്തിബ്ദാല സൗജിൻ മകാന സൗജിൻ വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഅഖുദൂ മിൻഹു ഷൈഅ. 20ാമത്തെ വചനം അതാണ്. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ പകരം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം, എന്ന് വെച്ചാൽ ഒരു ഭാര്യയെ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് വേറൊരു ഭാര്യ സ്വീകരിക്കുകയാണെങ്കിൽ അവരിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുത്ത സാധനം മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. കൂമ്പാരം തന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിത് തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞു. എന്തൊരു രസം. എന്നിട്ട് ഒരു ചോദ്യം പറയുന്നുണ്ട്, ഒരു രസകരമായ വാക്ക് പറയുന്നുണ്ട് അവസാനിക്കുമ്പോൾ, അത് ഹുദൂനഹു ബുഹ്താനമോ ഇസ്മുബിന. കള്ള ആരോപണം ചുമത്തി. നിങ്ങൾ ആദ്യത്തെ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്യാൻ എന്തോ ആരോപണമൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ കള്ള ആരോപണം ചുമത്തി പ്രത്യക്ഷമായി തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളത് തിരിച്ചു മേടിക്കുക പാടുണ്ടോ? അങ്ങനെ വാങ്ങാൻ നിങ്ങൾ ആലോചിച്ചു. ഇസ്ലാം ഭയങ്കര മനോഹരമായാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 23ാമത്തെ വചനത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞു. മുഹറമാത്ത്. ഭയങ്കര രസമാണ്.
ഒരു ശാസ്ത്രവും ആ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയാൻ തുടങ്ങിയത് ബ്ലഡ് റിലേഷനിലുള്ളവർ വിവാഹം ചെയ്യരുത്, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മെഡിക്കൽ ടെസ്റ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞു. നോക്ക് എന്നായി പറഞ്ഞത്, എന്നാ പറഞ്ഞത്? ഞങ്ങളോട് പറഞ്ഞോ, ഈ അധ്യായം അവതരിച്ചത് ഹിജ്റ 3 മുതൽ 5 വരെയുള്ള കൊല്ലങ്ങളിലാണ്. ഹിജ്റ 3 മുതൽ 5 വരെയുള്ള വർഷം എന്ന് പറഞ്ഞാൽ ഏതാ വർഷം? അന്ന് ടെക്നോളജി ഉണ്ടോ, സയൻസ് ഉണ്ടോ, റിസർച്ച് ഉണ്ടോ, ഗവേഷണമുണ്ടോ? അന്ന് പറയുകയാണെന്ത് ഹുരിമ അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. 23-ാമത്തെ വചനം നിങ്ങളെല്ലാവരും പഠിക്കണം. ആരെയൊക്കെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തിനാ? ഒരാളും നോക്കൂ ചർച്ച ചെയ്യാനില്ലല്ലോ. നിങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ഖുർആനെയും ഇസ്ലാമിനെയൊക്കെ വിമർശിക്കുന്നവർ സൂറത്തു നിസായിലെ 23-ാമത്തെ വചനത്തെ ഒരു പഠനവിധേയമാക്കാൻ റെഡിയാണോ? നിങ്ങൾ പഠനവിധേയമാക്കണം. മെഡിക്കൽ സയൻസ് പറയട്ടെ. പറ്റൂല എന്ന് പറഞ്ഞ് ഖുർആൻ പറ്റൂല, വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ സ്ത്രീകളുണ്ടല്ലോ, ഇവരെ വിവാഹം ചെയ്തുകൂടാ. അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അത് ചെയ്യാത്തത്. പക്ഷേ വിഷയം അതല്ല. ഇപ്പം മനുഷ്യൻ പ്രൂവ് ചെയ്യണം എന്ത്, അങ്ങനെ ബ്ലഡ് റിലേഷനിലുള്ളവർ വിവാഹം ചെയ്താൽ കുട്ടികൾക്ക് വൈകല്യം ബാധിക്കും, അല്ലെങ്കിൽ ഓട്ടിസം ബാധിക്കും, ഇത് ബാധിക്കും എന്നൊക്കെ പറയും. നമ്മളെ വിഷയമല്ല. എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു നിയമം ഖുർആനിലുണ്ട് എന്നതാണ്. 23-ാമത്തെ വചനം. പിന്നീട് ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം എത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ 34-ാമത്തെ വചനം. ഇതുവരെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞല്ലേ, അപ്പോൾ പുരുഷന്മാർക്ക് തോന്നുന്നുണ്ടാവും 33-ാമത്തെ വചനം വരെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ. 34-ാമത്തെ വചനം. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാം പുരുഷ പക്ഷമതമാകുന്നു എന്ന് പറയാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വചനമാണിത്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് എന്നാ പറഞ്ഞത്. ശരിയാണ്. പക്ഷേ എപ്പോഴാണ് പറയുന്നത്? 33 വചനം സ്ത്രീയുടെ മുഴുവൻ അവകാശങ്ങളെയും വകവെച്ച് കൊടുത്ത ശേഷം പറയുകയാണ്. എന്തിനാണെന്നറിയോ? അർരിജാലു ഖവ്വാമൂന അലന്നിസാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് മാത്രമല്ല അവകാശം. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയ പ്രശ്നം അതാണല്ലോ, അല്ലേ? സ്ത്രീ എന്തെങ്കിലും ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. പുരുഷനോ ഒന്നുമില്ല. സ്ത്രീക്ക് കമ്മീഷൻ ഉണ്ട്, പുരുഷന് കമ്മീഷനില്ല, അല്ലേ? സ്ത്രീകളുടെ കാര്യം നോക്കാൻ ആളുകളുണ്ട്, പുരുഷൻ്റെ കാര്യം നോക്കാൻ ആളുകളില്ല. അതിന് വ്യക്തമാക്കാണ് ഇവിടെ. 33 വചനം സ്ത്രീയാണ് ദുർബൽ എന്നതുകൊണ്ട് അവരെക്കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു അർരിജാലു ഖവ്വാമൂന അലന്നിസാ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒരിക്കലും പുരുഷന്മാർ കരുതണ്ട സ്ത്രീക്ക് മാത്രമാണ് അവകാശമുള്ളത് എന്ന്. പക്ഷെ കാരണം പറഞ്ഞു. ആ കാരണം ഉണ്ടെങ്കിൽ പുരുഷന് ഖവ്വാം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കണം എന്നേ അർത്ഥമുള്ളൂ. അതിൻ്റെ അപ്പുറം വേറൊന്നും അർത്ഥമല്ല. ഒരു വാഹനത്തോട് നിങ്ങൾ ഉപമിച്ച് നോക്കൂ കുടുംബജീവിതത്തെ. എങ്കിൽ ഡ്രൈവറാണ് ആര്? പുരുഷൻ. ന്യായല്ലേ? അത്രയേ ഉള്ളൂ. എന്താ? പക്ഷേ കാരണമുണ്ട്. എന്താ കാരണം? മനസ്സിലാക്കണം. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അതാണ് ഒന്നാമത്തെ കാരണം. അതാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ഒക്കെ വ്യത്യാസമാണ് പുരുഷനും സ്ത്രീയും. ഒന്ന്. രണ്ടാമത്തേത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ആരാണ് ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത്? സ്ത്രീയല്ല, അത് പുരുഷനാണ്. സ്ത്രീക്ക് വേറെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. സ്ത്രീ ജോലി ചെയ്തുകൂടാന്നോ സമ്പാദിച്ചുകൂടാന്നോ ഇസ്ലാമിനില്ല. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലും സ്ത്രീകൾ ജോലി ചെയ്യുകയും സമ്പാദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർബന്ധമല്ല. ഇത് ആര് നിർബന്ധമായിട്ട് ചെയ്യണം? പുരുഷൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ പുരുഷൻ ഖവ്വാമാണ്. ഇത്രയേ ഉള്ളൂ. അത് പ്രകൃതിപരമായ ഒരു സംഗതിയാണ്. എന്നിട്ട് പറഞ്ഞു ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് പറഞ്ഞ് ഒരു നല്ല പെണ്ണ് ആരായിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വല്ലാത്തി തഖാഫുന നുഷൂസഹുന്ന. അതാണ് ഭയങ്കര രസം. വല്ലാത്തി തഖാഫുന നുഷൂസഹുന്ന. ഒരു പെണ്ണിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നുഷൂസിന് നിങ്ങൾക്ക് ഭയമുണ്ടായാൽ. നുഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നുഷൂസ് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും നുഷൂസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയും? നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ സമനില ഉണ്ടല്ലോ, നമ്മൾ സമനിലത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചൊരു ഉയരമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതിനാണ് നുഷൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം എങ്ങനെ പോകേണ്ടതാ? ഇങ്ങനെ പോകുമ്പം ഒരു സ്ത്രീ ഒരു കയറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കും ഒരു പ്രയാസം. അപ്പോൾ എന്ത് ചെയ്യണം? പുരുഷൻ എന്താ ചെയ്യേണ്ടത്? അടിക്കണം എന്നാ? തലാഖ് ചെല്ലണം എന്നാ? നോ. ഫഇലൂഹുന്ന. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാ. നിങ്ങൾ ഉപദേശിക്കണം. മാന്യമായി പറയണം, നല്ല വാക്കേ പറയൂ.
നടന്നില്ലെങ്കിലോ വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഅ, കിടപ്പറകളിൽ അവളെ വെടിയണം. ബെഡ്റൂം ഒന്ന് മാറിക്കിടക്കണം എന്നർത്ഥം, അല്ലെങ്കിൽ ബെഡൊന്ന് മാറിക്കിടക്കണം. മനസ്സിലായില്ലേ? വദരിബൂഹുന്ന, മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? അടിക്കണം. ആ അടിയൻ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട്, വേദനിക്കാത്ത രീതിയിൽ, മനസ്സിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ അടിക്കണം. ഫൈൻ അതഅനകും ഫലാ തബ്ഗു അലൈഹിന്ന സബീല, ഇതിലൂടെ അവൾ ശരിയായാൽ പിന്നെ വേറെ മാർഗം നോക്കാൻ പാടില്ല. ശരിയാണ് പുരുഷ, നീ വലിയ ആളാണ്, പക്ഷേ അവസാനിച്ചത് എങ്ങനെയാണോ? ഇന്നല്ലാഹ കാന അലിയൻ കബീറ, നീ എത്ര വലിയ ആളാണെങ്കിലും നിന്നേക്കാൾ ഉന്നതനായ കബീറായ അലിയായ അള്ളണ്ട് കേട്ടോ, ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. ഭയങ്കര രസമുള്ള വചന. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കും, 34-ാമത്തെ വചനം നിങ്ങളെല്ലാവരും വായിച്ചു നോക്കണം. ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഒരു വചനമാകുന്നു അത്. ഇനി അങ്ങനെ പോയാൽ പിന്നീട് അതിൻ്റെ ബാക്കി കുറച്ചുകൂടി പറയുന്നുണ്ട് 35-ാമത്തെ വചനത്തിൽ, വ ഇൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമാ, ഇനി ദമ്പതികൾ തമ്മിൽ ഭിന്നിച്ചു പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോടതി പോകണമെന്ന, ഫാമിലി കോർട്ട് പോകണമെന്ന പ്രശ്നമാണെന്നോ, ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ, ഒക്കെ പോസിറ്റീവാണ്. അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് വന്നാൽ അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും നിങ്ങളുടെ ആൾക്കാരിൽ നിന്ന് ഒരു മധ്യസ്ഥനെയും വെക്കുക. പുരുഷൻ്റെയും സ്ത്രീയുടെയും ഭാഗത്ത് നിന്ന് ഒരു മധ്യസ്ഥനെ കൊണ്ടുവരാം. എന്നിട്ട് അവർ തമ്മിൽ ചർച്ച നടത്തുക. എന്നിട്ട് ഈ യുരീദായ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ, ഇരു വിഭാഗവും അനുരജ്ഞനം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കും. അള്ളാഹുവിൻ്റെ പരിപാടി എന്തല്ല? ഭിന്നിപ്പിക്കലല്ല, ഇല്ല. കാരണം എന്താ? ഓ ഖലഖനാകും അസ്വാജ, നിങ്ങൾ സൃഷ്ടിച്ചതിന് അസ്വാജുകളായി. മനസ്സിലായില്ലേ? ഇന്നല്ലാഹ കാൻ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ത് അനുവദിച്ചതിൽ ഏറ്റവും കോപമുള്ളതിൻ്റെ പേരാണ് എന്ത്? ഡൈവേഴ്സ് തലാഖ് എന്ന് പറയുന്നത്. ഇന്നല്ലാഹ കാന അലീമൻ ഖബീറ, അള്ളാഹു തീർച്ചയായും സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. ഇവിടെ ഡൈവേഴ്സ് ഇല്ലാത്ത ചില ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ, തീരെ ഡൈവേഴ്സ് ഇല്ലാത്ത അതില്ല, സഹിച്ചു കൊണ്ടെടുക്കാനുള്ള പരിപാടിയില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഖബീർ, അള്ളാഹ് സൃഷ്ടിച്ച അള്ളാഹ് ഇൽമുണ്ട് മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.